യൗമിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട പ്രാർത്ഥന എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന സാധാരണ നമ്മൾ ദുആ എന്ന് പ്രയോഗിക്കാറുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവന്റെ അടിമകൾ നടത്തുന്ന തേട്ടം, അപേക്ഷ, ഈ പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇന്നത്തെ ബുശ്റാക്കുമുൽ യൗമിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊക്കെ ദുആ ചെയ്യുന്നവരാണ്. പല കാര്യങ്ങൾക്കും നമ്മൾ പ്രാർത്ഥന നടത്താറുണ്ട്. ഏതൊരു മനുഷ്യന്റെയും അവസാനത്തെ അഭയം അല്ല, ഏതൊരു മനുഷ്യന്റെയും അഭയ കേന്ദ്രം എന്ന് പറയുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് അപേക്ഷിക്കുന്നത് മാത്രമാണ്. നമുക്കറിയാം, മാരകമായ പല രോഗങ്ങൾക്കും ചില ആളുകൾ ചികിത്സകൾക്ക് വിധേയരാക്കപ്പെടുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ അലോപ്പതി രംഗത്ത് കഴിയുന്ന എല്ലാ ചികിത്സകളും ചെയ്തതിന്റെ ശേഷം എന്നിട്ടും പ്രതീക്ഷയില്ലെങ്കിൽ നമ്മുടെ ഡോക്ടർമാർ പറയുന്ന ഒരു വാക്കുണ്ട്, ഇനി നിങ്ങൾ ദൈവത്തിനോട് പറ, അതാണിപ്പോ ഒരു പ്രതീക്ഷ എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയാൻ, നമ്മുടെ ഇലാഹായ അല്ലാഹുവിനോട് പറയാൻ, അതായത് മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളും മനുഷ്യൻ കണ്ടുപിടിച്ച അവന്റെ പരിമിതമായ അറിവുകൾ ഉപയോഗിച്ച് അവൻ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങളുടെയൊക്കെ എത്രയോ അപ്പുറമാണ്, അല്ലെങ്കിൽ അവന് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾക്കും എത്രയോ അപ്പുറമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ചെയ്തു കൊടുക്കുന്ന അനുഗ്രഹങ്ങളും അല്ലാഹുവിന്റെ ഖുദ്റത്തും. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ പ്രാർത്ഥന നടത്താറുണ്ട്, ദുആ ചെയ്യാറുണ്ട്. ഏത് കാര്യത്തിനു വേണ്ടിയും നമ്മൾ ദുആ ചെയ്യുന്നു, പരസ്പരം ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. ഇതില്ലാത്ത ആളുകൾ വളരെ കുറവാണ്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ദുആവുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥന നടത്തുമ്പോൾ അതിന് പ്രത്യേകമായ സമയങ്ങളും പ്രത്യേകമായ സ്ഥലങ്ങളും പ്രത്യേകമായ സാഹചര്യങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ദുആ കൂടുതൽ പ്രതിഫലാർഹവും കൂടുതൽ ഉത്തരം ലഭിക്കുന്നതുമാണ്. എല്ലാ സമയത്തുമുള്ള ദുആ ഒരുപോലെ ആവണം എന്നില്ല. നമുക്കൊക്കെ അനുഭവത്തിൽ തന്നെ നമുക്കറിയാം, പലപ്പോഴും പല വിഷയങ്ങളും നമ്മൾ പല കാര്യത്തിലും നമ്മൾ ദുആ ചെയ്യുന്നു. പക്ഷേ നമുക്ക് ദുആ ചെയ്തതിന് ഫലം ലഭിച്ചില്ല എന്നുള്ള ഒരു ആവലാതി, ആ പരാതി പലർക്കും ഉണ്ടാവും. അതവന്റെ തെറ്റായ ഒരു ധാരണയാണ്. ഒരിക്കലും ഒരു മനുഷ്യന്റെ പ്രാർത്ഥന വെറുതെയാകുന്നില്ല, ഒരു നിലക്കും അത് വെറുതെയാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവന്റെ അടിമകൾ അവനിലേക്ക് കരങ്ങൾ ഉയർത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വെറുതെ മടക്കുകയില്ല. ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല ലയസ്തഹി മിനൽ അബ്ദി അൻ യർഫഅ ഇലൈഹി യദൈഹി ഫയറുദ്ദഹുമാ ഖായിബതൈൻ. ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് അവന്റെ കരങ്ങൾ ഉയർത്തി എങ്കിൽ അല്ലാഹുവിലേക്ക് ഉയർത്തിയ കരങ്ങളെ ഖായിബാക്കി മടക്കലിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ലജ്ജിക്കുന്നതാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അല്ലാഹുവിലേക്ക് അവന്റെ അടിമ ഒരു കാര്യം അപേക്ഷിച്ചുകൊണ്ട് അവന്റെ കൈകൾ ഉയർത്തിയാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ മനുഷ്യന് ഇജാബത്ത് നൽകാതെ, അയാൾക്ക് ഉത്തരം നൽകാതെ
ഖായിബാക്കി മടക്കുക എന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ലജ്ജയുള്ള കാര്യമാണ്. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഒരിക്കലും റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് ഉയർത്തപ്പെടുന്ന കൈകൾ ഒരു ഫലവുമില്ലാതെ മടക്കപ്പെടുകയില്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പറഞ്ഞത്. എങ്കിൽ പിന്നെ പല കാര്യങ്ങളും നമ്മൾ ചോദിച്ചിട്ട് അതിന് ഉത്തരം ലഭിച്ചിട്ടില്ലല്ലോ. പലതും നമ്മൾ ചോദിച്ചിട്ട് അത് നമ്മൾ വിചാരിച്ച പോലെ നടന്നിട്ടില്ലല്ലോ. ഈ രൂപത്തിലുള്ള പരാതികളും ഈ രൂപത്തിലുള്ള പരിഭവങ്ങളും പലർക്കും ഉണ്ടാവും. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. നമുക്കറിയാം, ഏതൊരു കാര്യത്തിനും അതിൻ്റെതായ അദബുകളും ചിട്ടകളുമുണ്ട്. അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന അതവിടെ നിൽക്കട്ടെ. സാധാരണക്കാർ തമ്മിൽ ഒരു വിഷയം ചോദിക്കുക, സാധാരണക്കാർ പരസ്പരം മനുഷ്യരോട് തന്നെ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ ഈ ആവശ്യപ്പെടുന്ന ആള് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഒരു 50 രൂപ കടം വാങ്ങുകയാണെങ്കിൽ കടം ചോദിക്കാൻ വരുന്ന ആള് ചോദിക്കുന്ന ശൈലിക്കനുസരിച്ചായിരിക്കും ചോദിക്കപ്പെടുന്ന ആളിൽ നിന്നുള്ള പ്രതികരണം. അത് ചോദിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം. സത്യത്തിൽ കടം എന്ന് പറഞ്ഞത് അയാളുടെ ഔദാര്യമൊന്നുമല്ല. കടം വാങ്ങിയാൽ അത് അതേപോലെ തിരിച്ചു കൊടുക്കണം. അയാൾക്ക് ഇപ്പോൾ അത്യാവശ്യമില്ലാത്ത പണം മറ്റൊരാൾക്ക് നൽകുന്നു, ഇയാൾക്ക് ആവശ്യമുള്ളപ്പോൾ അത് തിരിച്ചു വേണം. ഇതാണല്ലോ. എങ്കിൽ പോലും കടം ചോദിക്കുമ്പോൾ പോലും അതിൻ്റെതായ ഒരു അദബിലും ചിട്ടയിലും അല്പം താഴ്മയോടെയും ചോദിക്കുമ്പോൾ മാത്രമേ ചോദിക്കപ്പെടുന്ന വ്യക്തിയിൽ നിന്നും അത് ലഭിക്കുന്നുള്ളൂ. നിങ്ങൾക്കത് ഊഹിച്ചാൽ മനസ്സിലാകും. ഓൺലൈനിലുള്ള ഒരു ക്ലാസ് ആകുമ്പോൾ അതിന്റെ ശൈലിയും മറ്റൊന്നും പറഞ്ഞു കാണിച്ചു തരുന്നത് അത്ര പ്രായോഗികമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ഡയറക്റ്റ് ആയിട്ട് കയറി ചെല്ലുന്നു, ഒരു 50 രൂപ കിട്ടിയ എന്ന് പറയുന്ന ആ ഒരു ശൈലി, അത് ചോദിച്ചാൽ എന്റെ പണി നോക്ക് എന്ന് പറയും. കാരണം എന്താ? ചോദിക്കുന്ന ആളുടെ ആ ചോദ്യത്തിന്റെ രീതി ചോദിക്കപ്പെടുന്ന ആൾക്ക് അത്ര രസിച്ചില്ല. ഇത് മനുഷ്യർ പരസ്പരം, ഒന്നുമല്ലാത്ത മനുഷ്യർ തന്നെ പരസ്പരം ചോദിക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നു, അല്ലെ? നമ്മുടെ നാട്ടിലുള്ള മഹല്ലത്തിൽ അല്പം സ്വാധീനമുള്ളൊരു ഹാജിയാരെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നു, മഹല്ലന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി. അപ്പോ നമ്മൾ ചോദിക്കും, ഹാജിയാരുമായി അടുത്ത ആൾക്കാരോട് നമ്മൾ ചോദിക്കും, അല്ല ഹാജിക്കാരന്റെ ഇപ്പോഴത്തെ ഹാലെന്താണെന്ന് ചോദിക്കും. ഹാജിക്ക BP കൂടി നിൽക്കുന്ന സമയത്താണെങ്കിൽ തൽക്കാലം നമ്മൾ തിരിച്ചു പോവാന്ന് പറയും. ഹാജിക്കാരന്റെ അവസരവും ഹാജിക്കാരന്റെ സാഹചര്യവും ഒക്കെ നോക്കി ഹാജിക്കാരനോട് പോയിട്ട് നമ്മൾ വളരെ മാന്യമായി, വളരെ സന്തോഷത്തോടെ, താഴ്മയോടുകൂടി കാര്യങ്ങൾ പറയുന്നു. ഇല്ലെങ്കിൽ അയാളുടെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടാവില്ല. ഇത് മനുഷ്യർ പരസ്പരം പോലും ഈ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്ന ആളുകളിൽ നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല, അതായത് നമുക്ക് നൽകാൻ മറ്റൊരു ശക്തിയും ഇല്ല, നമ്മുടെ കാര്യങ്ങൾ നിർവഹിച്ചു തരാൻ മറ്റൊരു ശക്തിയും ഇല്ല, ആരുമില്ല. അല്ലാഹു അല്ലാത്ത ഒരാളും നമുക്ക് ഒരു കാര്യവും ചെയ്തു തരാൻ, സ്വന്തമായി ചെയ്യാൻ സാധിക്കുന്നവർ ഇല്ല. ഏത് കാര്യമാണെങ്കിലും, എന്ത് നമ്മൾ ആരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അതിന്റെയൊക്കെ വിതരണക്കാരൻ അല്ലെങ്കിൽ അതിന്റെയൊക്കെ യഥാർത്ഥ ഉടമസ്ഥനും അത് നൽകുന്നവനും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കാഴ്ചപ്പാട്. അങ്ങനെ വരുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സമയങ്ങൾ ശ്രദ്ധിക്കണം, സാഹചര്യം ശ്രദ്ധിക്കണം, സ്ഥലം ശ്രദ്ധിക്കണം, വാക്കുകൾ സൂക്ഷിക്കണം, പ്രയോഗങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നതിന് വേണ്ടി ഉണ്ട്. അതാണ് ഇന്നത്തെ ഈ പ്രാർത്ഥന എന്ന വിഷയം തെരഞ്ഞെടുക്കാനുള്ള കാരണം. അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്.
ഇതൊരിക്കലും ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ട് തീരുകയില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. മറ്റു ഒരു അവസരത്തിലും വിനീതനായ എന്റെ ക്ലാസിന്റെ സമയത്ത് ഇതിന്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമും ഈമാനും തഖ്വയും നമുക്ക് പ്രദാനം ചെയ്യട്ടെ. പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അഹ്ലുകാർക്കും തൗഫീഖ് ചെയ്യട്ടെ. ആദ്യമായി നമ്മൾ ദുആ ചെയ്യുമ്പോൾ ദുആ ചെയ്യുന്ന ആള് ദുആക്ക് ഇജാബത്തിന് കൂടുതൽ സാധ്യതയുള്ള സമയങ്ങളുണ്ട്. ആ സമയങ്ങളിൽ ദുആ ചെയ്യാൻ ശ്രദ്ധിക്കുക. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഈ സമയങ്ങൾ ഞാൻ ഈ പറയാൻ പോകുന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പ്രത്യേകമായ സമയങ്ങൾ, ആ സമയങ്ങളിൽ നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുക തന്നെ ചെയ്യും. ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നമുക്കറിയാം ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വാഹിബ് എന്ന ഖ്യാതി ലഭിച്ച മഹാനാണ്. സ്വാഹിബു റസൂലില്ലാ എന്ന്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു സ്വാഹിബു റസൂലില്ലയാണ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറയുമ്പോൾ ഒരിക്കലും പറയാൻ വിട്ടുപോവാൻ പാടില്ലാത്തൊരു സംഗതിയുണ്ട്. അത് ഞാൻ സാന്ദർഭികമായി ഇവിടെ പറയാം. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരം കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തിന്റെ സമയം അല്ലാത്ത സമയത്ത് വെറുതെ പള്ളിയിലേക്ക് നോക്കിയപ്പോൾ പള്ളിയുടെ ഒരു മൂലയിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്തു ചെന്ന് നോക്കിയപ്പോൾ ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ആണ് ആയിരിക്കുന്നത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ അബൂ ഉമാമയെ കാണാത്ത ഒരു സമയത്ത് പള്ളിയിൽ കണ്ടപ്പോൾ ഏകനായി ചിന്ത മഗ്നനായിരിക്കുന്ന അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്താണ് അബൂ ഉമാമ പ്രശ്നം? എന്തുകൊണ്ടാണ് നിങ്ങൾ പള്ളിയിൽ ഈ അസമയത്ത് ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഹമ്മ് തന്നെയാണ് എന്നെ ഇരുത്തിയത്. വലിയ ടെൻഷനാണ് നബിയെ, വലിയ മാനസികമായി വലിയ പ്രയാസത്തിലാണ്, മനസ്സിന്റെ വിഷമം കൊണ്ടാണ് നബിയെ, ഭീമമായ സംഖ്യ കടമുള്ളവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ കടക്കാരെന്റെ പിന്നാലെ കൂടും. അതുപോലെ തന്നെ മറ്റു പല നിലക്കും വലിയ മാനസിക വ്യഥ അനുഭവിക്കുന്നവനാണ് ഞാൻ. ആ ഹമ്മ് കൊണ്ട് ആണ് നബിയെ ഞാൻ പള്ളിയിൽ ഇരിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഹബീബായ പുണ്യ നബി ചോദിച്ചു, അബൂ ഉമാമ, ഞാൻ നിങ്ങൾക്കൊരു കെലിമത്ത് പഠിപ്പിച്ചു തരട്ടെയോ? ആ കെലിമത്തിനെ നിങ്ങൾ രാവിലെയും വൈകുന്നേരവും പതിവാക്കിയാൽ നിങ്ങളുടെ ഹമ്മകളും നിങ്ങളുടെ ടെൻഷനും നിങ്ങളുടെ പ്രയാസവും നിങ്ങളുടെ കടവും എല്ലാം വീടും. അങ്ങനെയുള്ള ഒരു കെലിമത്ത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ എന്ന് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അതേ നബിയെ, അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്ത ദിക്ർ ഏതാണെന്നറിയോ? ആ ദിക്റിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ആ ദിക്ർ ഇന്നും ആ ദിക്ർ ചൊല്ലിയാൽ അതിന്റെ ഫലം കാണും. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദിക്ർ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രിർ റിജാൽ. ഒന്നും കൂടെ പറയാം. اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. ഈ ദിക്ർ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്തു. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു
പറയുന്നു ഈ സംഭവം വിവരിച്ചുകൊണ്ട്, ഞാൻ രാവിലെയും വൈകുന്നേരവും ഈ ദിക്ർ പതിവാക്കി. അല്പകാലം ഈ ദിക്ർ ഞാൻ പതിവാക്കിയപ്പോൾ എന്റെ കടങ്ങൾ വീടി, എന്റെ പ്രശ്നങ്ങൾ അവസാനിച്ചു, എന്റെ എല്ലാ ഹമ്മുകളും തീർന്നു. എന്ന് മാത്രമല്ല, ഈ ദിക്ർ എനിക്ക് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു തന്ന ശേഷം എന്നോട് ആരെങ്കിലും വല്ല വിഷമവും പറഞ്ഞാൽ, വല്ല പ്രയാസവും പറഞ്ഞാൽ, കടത്തിന്റെ കാര്യം പറഞ്ഞാൽ, ബുദ്ധിമുട്ടിന്റെ കാര്യം പറഞ്ഞാൽ, അവർക്കും ഞാൻ ഈ ദിക്ർ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ആർക്കൊക്കെ ഈ ദിക്ർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അവരെ രണ്ടാമത് ഞാൻ കാണുമ്പോൾ അവരുടെ എല്ലാ പ്രശ്നങ്ങളും കടങ്ങളും തീർന്നിട്ടല്ലാതെ ഞാൻ അവരെ കാണുമായിരുന്നില്ല, കണ്ടിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അത്രയും ഫാസ്റ്റ് ആയിട്ട് ഈ ദിക്ർ ഇതിന്റെ ഫലം കാണുമായിരുന്നു എന്ന്. അത് ഇന്നും ബാധകമാണ്. ചെല്ലുന്നത് പോലെ ചൊല്ലിയാൽ തീർച്ചയായും അതിന്റെ ഫലം കാണും. ദിക്ർ ഞാൻ ഒന്നുകൂടെ പറയുന്നു, ചില സുഹൃത്തുക്കൾ ടെക്സ്റ്റ് അടിക്കുന്നുണ്ട്. റെക്കോർഡ് ചെയ്യേണ്ട ആളുകൾക്ക് റെക്കോർഡ് ചെയ്യാം. ഞാൻ ആ ദിക്ർ ഒന്നുകൂടെ പറയാം. എഴുതി വെക്കേണ്ട ആളുകൾക്ക് എഴുതി വെക്കാം. നമ്മളൊക്കെ പ്രത്യേകിച്ച് പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ആളുകൾ വലിയ കടവും ബാധ്യതകളും കുടുംബപരമായ പ്രശ്നങ്ങളും മറ്റുമൊക്കെയുള്ള ആളുകളായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ ദിക്ർ പതിവാക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ലേ, പ്രയാസം നീങ്ങാൻ ഹമ്മ് പോവാന് എന്ന നിലയ്ക്ക് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദിക്ർ പറഞ്ഞത്. അതിനുള്ള ചികിത്സയാണ് സത്യത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞൊരു ദിക്ർ. അതിനെക്കുറിച്ച് പിന്നെ നമ്മൾ മറ്റൊരു വിഷയത്തിൽ ചിന്തിക്കേണ്ടതില്ല എന്ന് മാത്രമല്ല, അത്രയും സമർത്ഥമായ ഒരു പരമ്പര ഇനി വേറെ കിട്ടാനുമില്ലല്ലോ. അതുകൊണ്ട് ധൈര്യമായിട്ട് ഈ ദിക്ർ ചൊല്ലാവുന്നതാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്രിർ റിജാൽ. ഒരുവിധം ആളുകൾക്കൊക്കെ ഇത് അറിയുന്നത് തന്നെയാണ്. അറിയാത്ത ആളുകളുണ്ടെങ്കിൽ സാധാരണക്കാരായ ആളുകളെ നമ്മൾ പരിഗണിക്കണമല്ലോ. അറിയുന്ന ആളുകൾ ഈ ചങ്ങായി എന്തിനപ്പോ ഇതിങ്ങനെ ആവർത്തിച്ച് പറയണത് എന്ന് അറിയുന്ന ആളുകൾക്ക് തോന്നും. പക്ഷെ ഇത് അറിയാത്ത ആളുകളെയും നമ്മൾ പരിഗണിക്കണം. അതുകൊണ്ടാണ് ബോറടിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമും ഈമാനും തഖ്വയും നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. അപ്പോ ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഉപകാരപ്പെടുന്ന ഒരു സംഭവം ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നു, അംർ ഇബ്നു അബസ റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലിനോട്, യാ റസൂലല്ലാഹ്, ഹൽ മിൻ സാഅത്തിൻ അഖറബു മിൻ ഉഖ്റാ ഔ സാഅത്തിൻ യുബ്തഗാ ദിക്റുഹാ. നബിയെ, ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്നൊരു സമയമുണ്ടോ? ഹൽ മിൻ സാഅത്തിൻ അഖറബു മിൻ ഉഖ്റാ, മറ്റു സമയത്തെ അപേക്ഷിച്ച് ഏറ്റവും അള്ളാഹുവിനോട് അടുക്കാൻ പറ്റിയ സമയം, അങ്ങനെ ഒരു സമയമുണ്ടോ എന്ന് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. ഖാല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കം മറ എന്ന് ചില സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട്, എത്ര പ്രാവശ്യം അത് ചൊല്ലണമെന്ന്. ആ ഹദീസിൽ കാണാൻ സാധിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാവിലെയും വൈകുന്നേരം കുറച്ച് ചൊല്ലാൻ പറഞ്ഞു എന്നാണ്. അത് ഓരോരുത്തർക്കും സാധിക്കുന്ന എണ്ണം. 10 ചൊല്ലാൻ കഴിയുന്നവൻ 10 ചൊല്ലിക്കോട്ടെ, 30 ചൊല്ലാൻ കഴിയുന്നവൾ 30 ചൊല്ലിക്കോട്ടെ. രാവിലെയും വൈകുന്നേരവും സുബഹി നിസ്കാരത്തിന്റെ ശേഷവും മഗ്‌രിബ് നിസ്കാരത്തിന്റെ ശേഷവും പതിവാക്കിയാൽ മതി. ഇൻഷാ അല്ലാഹ് ഇത് ഒരു മുജറബാണെന്നും കൂടി പറയാം. കാരണം പല ആളുകൾക്കും വ്യക്തിപരമായി എനിക്ക് തന്നെ വല്ല വിഷമം ഉണ്ടാകുമ്പോൾ ഞാൻ ഇതാണ് ആശ്രയിക്കാറുള്ളത്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് വളരെ പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ ശരിയാവാറുണ്ട്.
അതേപോലെ തന്നെ മറ്റു ചില ആളുകൾക്ക് ഞാനിത് ഇങ്ങനെ വല്ലാതെ പ്രയാസങ്ങൾ പറയുന്ന ആളുകൾക്ക് ഞാനിത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ഈ ചരിത്രവും പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം അവർക്ക് ചെല്ലുന്ന ആളുകൾക്ക് ഒന്നുകൂടെ ഒരു അസ്മ കിട്ടാൻ വേണ്ടിയിട്ട്. പല ആളുകളും അനുഭവം പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ തീർച്ചയായും അത് ചൊല്ലാവുന്നതാണ്. അത് കറക്റ്റ് എണ്ണം എന്നൊന്നുമില്ല, കുറച്ചങ്ങനെ ചെല്ലുക, ഓരോരുത്തരുടെ സൗകര്യവും ഒഴിവൊക്കെ അനുസരിച്ച് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അംറു ഇബ്നു അബസ എന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, ഏതെങ്കിലും സമയം അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ ഏറ്റവും അടുത്ത സമയം ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അതെ ഉണ്ട്. ഇന്ന അഖ്റബ മാ യകൂനുൽ അബ്ദു മിനദ് ദുആഇ ജൗഫൽ ലൈലിൽ ആഖിരി وإن استطعت أن تكون ممن يذكر الله عز وجل تلك الساعة فكن. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതെ, അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത സമയമുണ്ട്, ദുആക്ക് ഏറ്റവും അടുത്ത സമയമുണ്ട്. ഏതാണ് ആ സമയം? ഇന്ന അഖ്റബ മാ യകൂനുൽ അബ്ദു മിനദ് ദുആഇ, പ്രാർത്ഥനയാൽ ഒരു അടിമ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത സമയം ജൗഫൽ ലൈലിൽ ആഖിരി, ജൗഫൽ ലൈലിൽ ആഖിരി, രാത്രിയിലെ അവസാന പകുതിയിലാണ്. രാത്രിയിലെ അവസാന പകുതി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2 മണി, തഹജ്ജുദിന്റെ സമയം 2 മണി, 2:30 മണി, 3 മണിയൊക്കെ ആകുന്ന ആ സമയം, 1 മണിക്ക് ശേഷം ചുരുക്കി പറഞ്ഞാൽ, ആ സമയത്ത് ഒരു അടിമ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഏറ്റവും കൂടുതൽ ഉത്തരം പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇനിസ്തതഅത അൻ തകൂന മിമ്മൻ യദ്കുറുല്ലാഹ അസ്സ വജല്ല തിൽക സാഅ, ആ സമയത്ത് ആർക്കെങ്കിലും അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ സാധിക്കുമെങ്കിൽ, അള്ളാഹ്ക്ക് ദിക്ർ ചെല്ലാൻ സാധിക്കുമെങ്കിൽ എന്ന് പറഞ്ഞാൽ ദുആനെ കുറിച്ചാണുള്ള ചോദ്യം. അപ്പോ ആ ദിക്ർ ദുആ ചെയ്യാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അവനത് ചെയ്തു കൊള്ളട്ടെ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. ആ സമയത്ത് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണം, അതായത് വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണെങ്കിൽ, ഒരു ദിവസം രാത്രി 1 മണിക്ക് 2 മണിയൊക്കെ സമയമാകുമ്പോൾ എണീക്കുക, എന്നിട്ട് ഒന്നുണ്ടാക്കിയിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ആ സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. കാരണം എന്താണെന്നറിയോ? ആ സമയത്തിന് സുബഹിന്റെ മുമ്പൊക്കെ പറ്റും. ആ സമയത്ത് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം ആ സമയം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവനും ഗാഠനിദ്രയിലാണ്, അല്ലേ? പ്രപഞ്ചം മുഴുവനും നിദ്രയിലാണ്. റൂമിലുള്ള മറ്റു ആളുകളൊക്കെ ഉറങ്ങിക്കിടക്കാം. പ്രകൃതി പോലും ശാന്തമായി നിൽക്കുന്ന ഒരു സമയം. ഏതാനും എവിടെയോ ചില ചീവീടുകളുടെ ശബ്ദം കേട്ടെങ്കിലായി. അങ്ങനെയുള്ള ആ രാത്രി, ഇരുൾമുറ്റിയ ആ രാത്രിയിൽ ഒരു അടിമ അവന്റെ വിരിപ്പിനെ വിട്ട് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് അയാൾ വുളൂ ചെയ്ത് റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ വീഴുകയാണ്. എന്നിട്ട് അയാൾ ദുആ ചെയ്യുന്നു. അയാൾ അള്ളാഹുവിനോട് ചോദിക്കുന്നു, നിങ്ങൾ നോക്കൂ, ഈ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന്റെ പ്രാർത്ഥന കേൾക്കും. ആ മനുഷ്യനും മറ്റു സമയങ്ങളിൽ ദുആ ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് പ്രത്യേകതകൾ ആ സമയത്ത് ദുആ ചെയ്യുമ്പോൾ ഉണ്ടാകും. ഒന്ന്, ഏറ്റവും പ്രധാനമായി റിയാഇനെ തൊട്ടും സുംഅത്തിനെ തൊട്ടും അയാൾ ഒഴിവാകും. മറ്റൊരാൾ കാണാൻ വേണ്ടി, മറ്റൊരാൾ കേൾക്കാൻ വേണ്ടി എന്ന സാധാരണഗതിയിൽ നമ്മുടെ അമലുകൾ പൊളിഞ്ഞു പോകാനുള്ള സാഹചര്യങ്ങളുണ്ടല്ലോ, ആ സാഹചര്യങ്ങളെ ഇതൊഴിവാക്കും. ആ സാഹചര്യങ്ങൾ ഒഴിവാകും. ഒരിക്കലും ആ സമയത്ത് മറ്റൊരാൾ കേൾക്കണമെന്നോ കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ല. പിന്നെ ഒരു ഹൃദയത്തിന് ഒരു ഏകാഗ്രത ലഭിക്കും. അള്ളാഹുവിനോട് പറയുമ്പോൾ അവന്റെ ആ ഹൃദയത്തിന് റബ്ബിനോടുള്ള ഒരു കൂടുതൽ ബന്ധവും കൂടുതൽ ഹൃദയമറിഞ്ഞ് പറയാനും ആ സമയത്ത് സാധിക്കും. അങ്ങനെ ആ സമയത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇനി വേറൊരു പ്രത്യേകത കൂടെ കേട്ടോ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യൻസിലുല്ലാഹു അസ്സ വജല്ല കുല്ല ലൈലത്തിൻ ഇലസ് സമാഇ ദുനിയാ ഫയഖൂൽ ഹൽ മിൻ സായിലിൻ ഫഉഅതിയ ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ലഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദിവസവും രാത്രിയിൽ
ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. ദുനിയാവിന്റെ ആകാശം എന്ന് പറഞ്ഞാൽ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഹൽ മിൻ സായിലിൻ ഫഉഅതിയ ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറു ലഹ്. ആരാണ് എന്നോട് ചോദിക്കുന്ന ആളുകളുള്ളത്? ആരാണ് എന്നോട് ചോദിക്കുന്നവരുള്ളത്? അവർക്കിതാ നൽകുന്നതാണ്. ആരാണ് എന്നോട് ഇസ്തിഗ്ഫാറിനെ തേടുന്നവർ, പൊറുക്കലിനെ തേടുന്നവർ ആരാണുള്ളത്? അവർക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങോട്ട് പറയുന്ന സമയമാണ് ആ സമയം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു സാമ്പിൾ പറയാം, ഒരു ഉദാഹരണം പറയാം. ഇപ്പോ നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരാളുടെ അടുക്കലേക്ക് പണം ചോദിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ കിട്ടാം, കിട്ടാതിരിക്കാം, അല്ലെ? പണമാവട്ടെ, അരിയാവട്ടെ, എന്താവട്ടെ, അങ്ങോട്ട് ആവശ്യപ്പെട്ട് ചെല്ലുമ്പോൾ, വേണം എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ തരാം, തരാതിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചോദിച്ചത് തന്നെ തന്നുകൊള്ളണം എന്നുമില്ല. എന്നാൽ ഒരാള് കുറെ പണം കയ്യിൽ പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കുറെ അരി കയ്യിൽ പിടിച്ചുകൊണ്ട്, ആർക്കാണ് അരി വേണ്ടത്? ആരാണ് അരി ചോദിക്കുന്നവരുള്ളത്? ദാ അരി കൊണ്ടുപോയിക്കോളൂ. ആർക്കാണ് പണം വേണ്ടത്? ദാ പണം കൊണ്ടുപോയിക്കോളൂ എന്നൊരാൾ പറയുമ്പോൾ, ആർക്കാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തരുന്ന ആളിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു സംശയവുമില്ല, ആ സാധനം നമുക്ക് കിട്ടിയിരിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. മനസ്സിലായോ? അതിവിടെ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങോട്ട് ചോദിക്കാണ്. എന്ത്? ഹൽ മിൻ സായിലിൻ ഫഉഅതിയ ലഹ് ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ലഹ്. ആരാണ് ചോദിക്കുന്നവനുള്ളത്? അവനിതാ ഞാൻ നൽകുന്നു. ആരാണ് ഇസ്തിഗ്ഫാറിനെ തേടുന്നവനുള്ളത്? അവനിതാ ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഹദീസ് കാണാം, ഇദാ കാന സുലുസുൽ ലൈൽ ആഖിർ നസല ഇലാ ഹാദിഹിസ് സമാഇ ഫയുനാദി. രാത്രിയിലെ അവസാന ഭാഗം എത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിലേക്ക് ഇറങ്ങും. ഫയുനാദി, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, വിളിച്ചു പറയും, ഹൽ മിൻ മുദ്നിബിൻ യതൂബ് ഹൽ മിൻ മുസ്തഗ്ഫിർ ഹൽ മിൻ ദാർ ഹൽ മിൻ സാഇൽ ഇലൽ ഫജ്ർ. സുബഹി വരെ ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരാണ് ചോദിക്കുന്നവരുള്ളത്? ആരാണ് തൗബ ചെയ്യുന്നവരുള്ളത്? ആരാണ് ഇസ്തിഗ്ഫാറിനെ തേടുന്നവരുള്ളത്? ആരാണ് ചോദിക്കുന്നത്? ആർക്കാണ് ആവശ്യമുള്ളത്? ഞാനിതാ നൽകിയിരിക്കുന്നു, ഞാനിതാ പുറത്തു കൊടുത്തിരിക്കുന്നു, ഞാനിതാ തന്നിരിക്കുന്നു എന്ന്. അപ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദുആക്ക് ഉത്തരം പ്രതീക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളിൽപ്പെട്ട ഒരു സമയമാണ് അർദ്ധരാത്രി എന്ന് പറയുന്ന സമയം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ശ്രദ്ധിക്കുക. ആ സമയത്ത് നമ്മുടെ ദുആ, അല്ലാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ ചോദിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അഹ്ലുകാർക്കും തൗഫീഖ് ചെയ്യട്ടെ. അതേപോലെ തന്നെ ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന മറ്റു പല ഘട്ടങ്ങളുമുണ്ട്. മറ്റു പല ഘട്ടങ്ങളും ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന ഘട്ടങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു സമയമാണ് വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ദിവസത്തിലുള്ള ദുആ വലിയ പ്രത്യേകതയുള്ള ദുആയാണ്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹുവ അലൽ മിമ്പർ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിലായിരിക്കുമ്പോൾ ഞാൻ റസൂലുള്ളാഹി പറയുന്നത് കേട്ടു, ഇന്ന ഫിൽ ജുമുഅത്തി സാഅ വഅശാറ ബികഫിഹി കഅന്നഹു യുഖല്ലിലുഹാ ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ യസ്അലുല്ലാഹ തആല ശൈഅൻ ഇല്ലാ അഅതാഹു ഇയ്യാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, തീർച്ചയായും വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട്. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, വഅശാറ ബികഫിഹി കഅന്നഹു യുഖല്ലിലുഹാ. അല്ലാഹുവിന്റെ പ്രവാചകർ ഇന്ന ഫിൽ ജുമുഅത്തി സാഅ, വെള്ളിയാഴ്ച ഒരു സമയമുണ്ട് എന്ന് പറഞ്ഞിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ കൈ കൊണ്ട് അത് വളരെ കുറഞ്ഞ സമയം എന്ന് ഇശാറത്താക്കി.
വളരെ കുറഞ്ഞ സമയം. സാധാരണ പറയില്ലേ വളരെ ചെറിയ ഒരു അല്ലെങ്കിൽ വളരെ കുറഞ്ഞ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മുൻകൈ കൊണ്ട് നമ്മൾ ഇശാറത്താക്കുന്ന അതിൽ ഏതെങ്കിലും ഒരു ശൈലിയിൽ ആയിരിക്കാം അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് വളരെ കുറഞ്ഞ സമയമാണ് എന്ന് ആംഗ്യം കാണിച്ചു അവിടുത്തെ കൈ കൊണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ, ആ സമയത്തോട് ഒരു മുസ്ലിമായ അടിമയും യോജിക്കുകയില്ല. യസ്അലുല്ലാഹ തആല ശൈആ, അള്ളാഹുവിനോട് വല്ലതും ചോദിക്കുന്ന ഒരു അടിമയും ആ സമയവുമായി യോജിക്കുകയില്ല. ഇല്ലാ അഅ്താഹു ഇയ്യാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ചോദിച്ചത് നൽകിയിട്ടല്ലാതെ. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ചോദിച്ചാൽ ഉറപ്പ് ഉത്തരം ചെയ്തിരിക്കും, ഒരു സംശയവുമില്ല. കാരണം ഇത് കളവ് പറയാത്ത നാക്കിന്റെ ഉടമ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാ. അവിടെ പിന്നെ എന്നാലും അങ്ങനെ ഉണ്ടാവൂ? അങ്ങനത്തെ ഒരു സംശയത്തിന് സാധ്യത പോലുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. വെള്ളിയാഴ്ച ദിവസമാണത് എന്ന് അതിൽ മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അതിൽ പലരും പറഞ്ഞു വെള്ളിയാഴ്ച ദിവസത്തിൽ ആ സമയം എന്ന് പറയുന്നത്, ഞാൻ ബഹുമാനപ്പെട്ട അബൂ ബുർദത്തുബ്നു അബീ മൂസ എന്നിവരെ തൊട്ട് അദ്ദേഹം പറയുന്നു, ഖീലലി അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, ഹൽ സമിഅത അബാക യുഹദ്ദിസു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ശഅനി സഅത്തിൽ ജുമുഅത്തി ശൈഅ, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ളിയാഴ്ച ദിവസത്തിൽ ആ കുറഞ്ഞ സമയത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, ആ സമയത്തെക്കുറിച്ച് ആ സായത്തിനെ കുറിച്ച് നിങ്ങളുടെ ഉപ്പ പറയുന്നത് വല്ലതും നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു. അതായത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിനെക്കുറിച്ച് വല്ലതും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് മോനോട് ചോദിക്കാൻ, അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിനോട്. ഖാല, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമിഅതുഹു യഖൂൽ, അതെ ഉപ്പ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സമയത്തെക്കുറിച്ച് പറഞ്ഞത്? ആ സമയം എന്ന് പറയുന്നത്, യഖൂലു, ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ബൈന അൻ യജ്ലിസൽ ഇമാമു ഇലാ അൻ തുഖാമസ് സ്വലാഹ്, ഇമാമ് മിമ്പറിൽ ഇരുന്നതിന്റെയും ഇഖാമത്ത്, നിസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുക്കുന്നതിന്റെയും ഇടയിലുള്ള സമയമാണത് എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞു എന്ന് ചോദ്യകർത്താവിന് വിവരിച്ചു കൊടുത്തു. അപ്പോ ഖുതുബയുടെ ഇടയിൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ജുമുഅയുമായി ബന്ധപ്പെട്ട ഒരു സമയത്താണ് ആ പ്രാർത്ഥനയുടെ സമയം എന്ന് ഉറപ്പ്. പിന്നെ മഹാന്മാരായ ഉലമാ ആ സമയത്തെക്കുറിച്ച് ധാരാളം സംസാരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ അത് മിമ്പറിന്റെ മുകളിൽ ഇമാം ഇരിക്കുന്ന സമയത്താണ്. ഒന്നാം ഖുതുബ കഴിഞ്ഞ് രണ്ടാം ഖുതുബക്ക് വേണ്ടി ഇമാം മിമ്പറിൽ ഇരിക്കുന്ന സമയമാണ് എന്നൊക്കെ മഹാന്മാരായ ഉലമാ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് പല ആളുകളും ഇതറിയുന്ന ആളുകളൊക്കെ ദുആ ചെയ്യും. ചില ആളുകൾ ഇമാം ഒന്നാം ഖുതുബ കഴിഞ്ഞ് രണ്ടാം ഖുതുബയുടെ ഇടയിൽ മിമ്പറിൽ ഇരിക്കുന്ന സമയത്ത് ചങ്ങായി ഒന്ന് പെട്ടെന്ന് എണീക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഖുതുബയും കഴിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങിപ്പോകുമായിരുന്നു എന്ന് കരുതിയിട്ട് ബ്ലോക്ക് കൊണ്ട് നോക്കും, ഖത്തീബിന്റെ മുഖത്തേക്ക് കൊണ്ട് നോക്കും, ഇങ്ങനെ ഇരിക്കും ഒരു കഥയിൽ ഹാവുലായികളായിട്ട്. എന്നാൽ ഇത് അറിയുന്ന ആളുകൾ ആ സമയത്ത് കാര്യമായി ദുആ ചെയ്യുന്നതും കാണും. എന്തായാലും ആ സമയത്ത് സ്വലാത്തെങ്കിലും ചൊല്ലൽ വളരെ അത്യാവശ്യമാണ്. അത് ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അതിന് ഒന്നാം ഖുതുബക്കെങ്കിലും പള്ളിയിൽ എത്തണം. ഒന്നാം ഖുതുബക്കെങ്കിലും പള്ളിയിൽ എത്തണം. സാധാരണ തമാശക്ക് പറയാറ് നമ്മുടെ നാട്ടിലൊക്കെ ഒരു വിഷയമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ നേരത്തെ കാലത്തെ ജുമുഅക്ക് ഒരുങ്ങി റെഡിയായിട്ട് പൗഡറൊക്കെ ഇട്ട് അത്തറൊക്കെ പൂശി പോകുന്നത് കണ്ടാൽ സുബ്ഹാനല്ലാഹ്, ഇവൻ ഇത്ര പെട്ടെന്ന് സഫുൽ അവ്വലിന് വേണ്ടിയിട്ട് ഓടുകയാണെന്നൊക്കെ തോന്നിപ്പോകും. അങ്ങനെ ഇവൻ പോയിട്ട് എന്താ സഫുൽ അവ്വലല്ല, ഓന്റെ സഫുൽ അവ്വൽ പീഡികത്തിണ്ണയിലെ സഫുൽ അവ്വലാണ്. അതാണ് അവന്റെ ലക്ഷ്യം. നേരെ പോയിട്ട് അവിടെ പോയിരിക്കുക. എന്നിട്ട് പള്ളിന്റെ അടുത്ത് ഖുതുബ അങ്ങനെ കേട്ടില്ല എന്നുള്ള കോലത്തിൽ. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് അങ്ങനെ കാര്യമില്ലാതെ അതിൽ പോണ വഴിയിൽ പോണ പെൺകുട്ടികളോട് കമന്റ് അടിച്ചിട്ടും പരസ്പരം എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടൊക്കെ സമയം കളയാം.
എന്നിട്ട് ജുമുഅക്ക് പോകുന്നതിനോട് ചോദിക്കുക, എടാ സെമി കഴിഞ്ഞോ? ഇല്ല, സെമി ഒന്നാം ഖുത്ബ സെമി, രണ്ടാം ഖുത്ബ ഫൈനല്. ഇല്ലടാ ഫൈനൽ ആയിട്ടുണ്ട്, ഇല്ല സെമി കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാ എന്നാ കുറച്ചേരം കൂടി ഇരിക്കാം. അല്ലല്ല, ഫൈനല് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഉടൻ എണീക്കുന്താ രണ്ടാം ഖുത്ബ തുടങ്ങിയിട്ടുണ്ട് എന്ന് അതിനർത്ഥം. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട കുറെ ചെറുപ്പക്കാരായ ആളുകളുടെ സ്ഥിതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധം നൽകട്ടെ. അങ്ങനെയുള്ള ആളുകൾക്ക് വെള്ളിയാഴ്ച സായത്ത് പോയിട്ട് വെള്ളിയാഴ്ച ജുമുഅയുടെ തന്നെ മുഴുവൻ പ്രതിഫലവും ലഭ്യമല്ല എന്നതാണ് വസ്തുത. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ സുഹൃത്തുക്കളെ, വെള്ളിയാഴ്ച ദിവസത്തിലാണ് ആ സമയം. അതുകൊണ്ട് നമുക്ക് ആ സമയത്തെക്കുറിച്ച് വ്യക്തമായ ഒരു വിവരം ഇല്ലാത്തത് കൊണ്ട് തന്നെ മഹാന്മാരായ ഉലമാ, നമ്മുടെ മുൻഗാമികൾ പല സമയവും ഇതിനെക്കുറിച്ച് വിവരിച്ചു എന്ന നിലക്ക് നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ജുമുഅക്ക് വെള്ളിയാഴ്ച പള്ളിയിൽ പോയാൽ ജുമുഅ പിരിയുന്നത് വരെ, ജുമുഅ പിരിഞ്ഞ് അയാൾക്ക് പരമാവധി അയാൾക്ക് ചോദിക്കാനുള്ളതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചു വാങ്ങാനുള്ള ശ്രമം നടത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ഈ സമയത്ത് വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പൊ 2 സമയങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ? 2 സമയങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്ന് രാത്രിയുടെ അർദ്ധരാത്രി കഴിഞ്ഞതിന്റെ ശേഷമുള്ള സമയം. രണ്ടാമത്തെ സമയം വെള്ളിയാഴ്ച ദിവസം ജുമുഅയുടെ സമയത്ത്. അതേപോലെ തന്നെ മറ്റു ധാരാളം സമയങ്ങളും സ്ഥലങ്ങളും ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന സമയങ്ങളുണ്ട്. അതിൽപ്പെട്ട മറ്റൊരു സമയമാണ് ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ്. ഖാല അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അദ്ദുആഉ അല്ലദീ ലാ യുറദ്ദു ബൈനൽ അദാനി വൽ ഇഖാമ. الدعاء الذي لا يرد بين الأذان والإقامة. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടിക്കളയുകയില്ല. ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ബാങ്ക് വിളിച്ചത് മുതൽ ഇഖാമത്ത് കൊടുക്കുന്നത് വരെയുള്ള ആ സമയം ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തള്ളിക്കളയുകയില്ല എന്ന്. ഇനി ആ സമയത്ത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് ആ മുസാഫ് തട്ടിപ്പറിച്ചിട്ട് ഇവിടെ ദ്വാരക്കേണ്ട സമയമാണെന്ന് പറഞ്ഞ് വിപ്ലവം ഉണ്ടാക്കാനൊന്നും ആരും പോവേണ്ടതില്ല. ഖുർആൻ ഓർന്നവൻ ഓതിക്കൊള്ളട്ടെ, അതേ പാടുള്ളൂ എന്നല്ല ഈ പറഞ്ഞർത്ഥം. ആ സമയത്ത് ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആ സ്വീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അതിന് വാങ്ക് വിളിച്ച ഉടനെങ്കിലും പള്ളിയിലെത്താൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ സാധാരണ ഇഖാമത്തിന്റെ സമയം കണക്കാക്കിയിട്ടാണ് നമ്മുടെ ബ്രഷ് ചെയ്യല്, അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ. ഞാനടക്കം ആ വിഷയത്തിൽ വളരെ ബാക്കിലാണ്. അല്ലാഹു തആല നമുക്കൊക്കെ കാര്യങ്ങളെ ഭംഗിയായി നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് തന്നെ ഉദ്ധരിക്കപ്പെടുന്ന മറ്റൊരു ഹദീസ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ നൂദിയ ബിൽ അദാനി ഫുതിഹത് അബ്വാബുസ് സമാഇ വസ്തുജീബത് ദുആ. ഇദാ നൂദിയ ബിൽ അദാനി, വാങ്ക് വിളിക്കപ്പെട്ടാൽ ആകാശ കവാടങ്ങളൊക്കെ തുറക്കപ്പെടുകയും ദുആക്ക് ഉത്തരം ലഭിക്കപ്പെടുകയും ചെയ്യുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാങ്ക് വിളിച്ചാൽ പിന്നെ ദുആ ചെയ്യാം. വാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ഇഖാമത്ത് കൊടുക്കുന്നവരെ ആകാശത്തിലുള്ള കവാടങ്ങളൊക്കെ തുറക്കപ്പെടുകയും അവിടെ പിന്നെ ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും ചെയ്യും. സാധ്യത കൂടുതലുള്ള സമയമാണ്. 3 സമയങ്ങൾ ഇപ്പോ പറഞ്ഞു. ഇനി ദുആ ചെയ്താൽ വളരെ പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന ചില മജ്ലിസുകൾ, സദസ്സുകൾ ഒക്കെയുണ്ട്. അതിൽപ്പെട്ട ഒരു സദസ്സാണ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ലില്ലാഹി അസ്സ വജല്ല മലായികതൻ സയ്യാറതൻ ഫള യൽതമിസൂന മജാലിസ الذിക്രി
അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു പ്രത്യേക വിഭാഗം മലക്കുകളുണ്ട്. അവരിങ്ങനെ സഞ്ചരിക്കും. അവരുടെ പണി എന്താ? യൽതമിസൂന മജാലിസൽ ദിക്രി, അവര് ദിക്റിന്റെ മജ്ലിസ് അന്വേഷിച്ചുകൊണ്ടാണ് അവരുടെ സഞ്ചാരം. ദിക്റിന്റെ മജ്ലിസ് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം മലക്കുകൾ അല്ലാഹുവിനുണ്ട്. ദിക്റിന്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ ദിക്ർ, ഇൽമ് ചർച്ച ചെയ്യുന്ന മജ്ലിസുകളൊക്കെ അതിൽ പെടും അല്ലേ? ഇൽമ് ചർച്ച ചെയ്യുക, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ, അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന മജ്ലിസുകൾ, ദിക്ർ ചൊല്ലുന്നതിന്റെയും ഇൽമ് പറയുന്നതിന്റെയും ഒക്കെ ഉദ്ദേശം അത് തന്നെയാണ്. അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെടുന്ന മജ്ലിസുകൾ അന്വേഷിച്ചുകൊണ്ടാണ് ഈ മലക്കുകളുടെ നടത്തം. അവരിങ്ങനെ സഞ്ചരിക്കും. അവർ മജ്ലിസു ദിക്റാണ് അവരന്വേഷിക്കുന്നത്. അള്ളാഹുവിന്റെ ദിക്ർ ചെല്ലുന്ന ഒരു ജനതയുടെ മേൽ അവരെത്തിയാൽ, അള്ളാഹുവിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആൾക്കൂട്ടത്തിലേക്ക് അവരെത്തിയാൽ, ജലസു, ആ മലക്കുകളും അവരുടെ കൂടെ അവിടെ ഇരിക്കും. ഫഅളല്ലൂഹും ബിഅജ്നിഹതിഹിം മാ ബൈനഹും വബൈന സമാഇദ് ദുനിയാ, എന്നിട്ട് മലക്കുകൾ അവരുടെ ജറകുകൾ അവർക്ക് താഴ്ത്തിയിട്ട് കൊടുക്കും. അവരുടെയും ആകാശത്തിന്റെയും ഇടയിൽ മലക്കുകൾ അവരുടെ ജറകുകൾ വിടർത്തി കൊടുക്കും. ഫഇദാ ഖാമൂ, അങ്ങനെ മലക്കുകൾ ഫഇദാ ഖാമൂ, ആ മനുഷ്യരുടെ ദിക്റിന്റെ മജ്ലിസ് കഴിഞ്ഞ് അവരെണീറ്റാൽ, ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നമുക്കൊക്കെ അനുഭവമുള്ള ഒരു സംഗതിയാണ്. മലക്കുകൾ ജറകുകൾ താഴ്ത്തിയിട്ട് വിരിച്ചിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ആ മജ്ലിസിൽ ഇരിക്കുന്ന ആളുകളുടെ മുകളിൽ മലക്കുകളുടെ ജറകുകൾ വിടർത്തിയിട്ട് അവരാണ് പൊതിഞ്ഞു മൂടി അവർക്ക് ഒന്നും കാണാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാക്കുക എന്നല്ല. അതൊക്കെ അതിൻ്റെതായ കാര്യങ്ങളോട് കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. നമുക്കൊക്കെ അനുഭവമുള്ള ഒരു സംഗതിയാണ്. നമ്മളൊക്കെ വലിയ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിലും ഒരു ഇൽമിന്റെ മജ്ലിസിലിരിക്കുമ്പോൾ, അതേപോലെ തന്നെ ഒരു ദിക്റിന്റെ മജ്ലിസിലിരിക്കുമ്പോൾ നമുക്ക് മനസ്സിന് വലിയ സന്തോഷമായിരിക്കും അല്ലെ? മനസ്സിന് വലിയ റാഹത്ത്, എന്തൊക്കെയോ ഭാരങ്ങൾ ഇറക്കി വെച്ചതുപോലുള്ള ഒരു അനുഭവം, ഒരു അനുഭൂതി നമുക്കൊക്കെ ഉണ്ടാവും. ആ സമയത്ത് നമ്മുടെ മനസ്സിന് ടെൻഷനില്ല, വിഷമില്ല, ആത്മീയമായ ഒരു സുഖം. അതെന്തുകൊണ്ടാണ്? അതിന് കാരണം ഇതൊക്കെ തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ അവരുടെ ജറകുകൾ വിടർത്തി കൊടുക്കും ആകാശഭൂമികളുടെ ഇടയിൽ. എന്നിട്ടോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടരുന്നു, ഫഇദാ ഖാമൂ, ദിക്ർ കഴിഞ്ഞ ആളുകൾ എഴുന്നേറ്റാൽ, അറജൂ ഇലാ റബ്ബിഹിം, മലക്കുകൾ അവരുടെ രക്ഷിതാവിങ്കലേക്ക് കേറിപ്പോകും. ഫയഖൂലു തബാറക വ തആല വഹുവ അഅലം, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ചോദിക്കും, വഹുവ അഅലമു, അല്ലാഹു ഏറ്റവും അറിയുന്നവനായിരിക്കെ. അല്ലാഹുക്കറിയാം ഇവരെവിടെയായിരുന്നു, എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് ഇവർക്ക് പറയാനുള്ളത്, ആരൊക്കെയാണ് ഇവർ ഇതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല മുമ്പേ അറിയുന്നവനാണ്. അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കും, മിൻ ഐന ജിഅ്തും, എവിടുന്നപ്പോ നിങ്ങൾ വരുന്നത് എന്ന് ചോദിക്കും. എവിടുന്നാണ് നിങ്ങൾ വരുന്നത്? ഈ ചോദിക്കാനൊരു കാരണമുണ്ട്. ഇതിലൊക്കെ വേറൊരു ഹിക്മത്തുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ബനൂ ആദമിനെ കുറിച്ചുള്ള ഒരു ക്രെഡിറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ നിലനിർത്തുകയാണ് അല്ലെ? അതിന് അങ്ങനെ ഒരു വിശദീകരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു അർത്ഥം നമുക്ക് കൽപ്പിച്ചു കൊടുക്കാവുന്നതാണ്. ചില മഹാന്മാരൊക്കെ ആ നിലക്ക് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് എന്തിനാണ് പടച്ചവനെ ഈ ഖൗമിനെ നീ സൃഷ്ടിക്കുന്നത് എന്ന് മുമ്പ് മലക്കുകൾ ചോദിച്ചതാണല്ലോ. ഈ മനുഷ്യരെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ അതിന് അല്ലാഹു തആല അന്ന് അവർക്കൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തുകൊണ്ടേ ഇരിക്കാവാം. അതായത് എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്? ഇവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുക, നിങ്ങൾക്ക് ദിക്ർ ചെല്ലുന്ന കുറെ ആളുകളുണ്ട് അവിടെ, എന്തിനാണ് അവരെ സൃഷ്ടിക്കുന്നത്? വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്, ഞങ്ങളില്ലേ തസ്ബീഹ് ചെല്ലാനും തഹ്മീദ് ചെയ്യാനൊക്കെ, പിന്നെന്തിനാണ് അവര് പടച്ചവനെ എന്നാ ചോദിച്ചത്. ഞങ്ങളുണ്ടല്ലോ ആ പണി ചെയ്യാൻ, അപ്പൊ ഇവരും ആ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അവരെ കൊണ്ട് വീണ്ടും അംഗീകരിപ്പിക്കലാവാം. എന്തോ അല്ലാഹു അഅലം. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, മിൻ ഐന ജിഅ്തും, എവിടെ നിന്നാണ് നിങ്ങളുടെ വരവ്? ഫയഖൂലൂന, അപ്പോൾ മലക്കുകൾ പറയും, ജിഇനാ മിൻ ഇൻദി ഇബാദില്ലക യുസബ്ബിഹൂനക,
വയഹ്മദൂനക വയുകബ്ബിറൂനക വയസ്തജീറൂനക മിൻ അദാബിക വയസ്അലൂനക ജന്നതക. പടച്ചവനെ, ഞങ്ങൾ നിന്റെ ഏതാനും ചില അടിമകളുടെ അടുക്കൽ നിന്നാണ് വരുന്നത്. യുസബ്ബിഹൂനക, അവർ നിനക്ക് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. വയഹ്മദൂനക, നിനക്ക് തഹ്മീദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വയുകബ്ബിറൂനക, നിനക്ക് തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. വയസ്തജീറൂനക മിൻ അദാബിക, നിന്റെ ശിക്ഷയെ തൊട്ട് നിന്നോട് കാവലിനെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വിഭാഗം അടിമകളുടെ അടുക്കൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. വയസ്അലൂന ജന്നതക, നിന്റെ സ്വർഗത്തെ അവർ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. നിന്റെ സ്വർഗം ചോദിക്കുകയും അദാബിനെ തൊട്ട് കാവൽ ചൊല്ലുകയും നിനക്ക് തക്ബീർ ചൊല്ലുകയും തഹ്മീദ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. അവരുടെ അടുക്കൽ നിന്നാണ് ഞങ്ങളുടെ വരവ് എന്ന മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയും. ഇനി കേട്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫയഖൂലുല്ലാഹു തബാറക വ തആല, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, വഹൽ റഅൗ ജന്നതി വനാരി, എന്റെ സ്വർഗവും നരകവും ഒക്കെ അവർ കണ്ടിട്ടുണ്ടോ? എന്താ ചോദ്യം? വഹൽ റഅൗ ജന്നതി വനാരി, എന്റെ സ്വർഗവും നരകവും ഒക്കെ അവര് കണ്ടിട്ടുണ്ടോ? അപ്പോ മലക്കുകൾ പറയും, ഫയഖൂലൂന ലാ, ഇല്ല, നിന്റെ സ്വർഗവും നരകവും ഒന്നും, അതിന്റെ നരകത്തിന്റെ ഭയാനകതയും സ്വർഗത്തിന്റെ ആ അത്ഭുതങ്ങളും ഒന്നും അവർ കണ്ടിട്ടില്ല, അതൊന്നും അവർ കണ്ടിട്ടില്ല. പക്ഷേ അവർ സ്വർഗവും നരകമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫയഖൂലുല്ലാഹു തബാറക ഫയഖൂലു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഫകൈഫ ലൗ റഅൗഹുമാ, ഫകൈഫ ലൗ റഅൗഹുമാ, അവരെങ്ങാനും എന്റെ സ്വർഗവും നരകവും കണ്ടിരുന്നെങ്കിലോ? എന്റെ സ്വർഗവും നരകവും അവർ കണ്ടിട്ടില്ല, അതൊന്നും കാണാഞ്ഞിട്ട് പോലും അവരെന്റെ നരകത്തെ തൊട്ട് കാവലിനെ തേടുന്നു, എന്റെ സ്വർഗത്തെ അവർ ചോദിക്കുന്നു. ഫകൈഫ ലൗ റഅൗഹുമാ, അവരെങ്ങാനും എന്റെ സ്വർഗവും നരകവും ഒക്കെ കണ്ടിരുന്നെങ്കിൽ അപ്പൊ എങ്ങനെ ആയിരിക്കുക എന്നാണ് ആ ചോദ്യം. സുബ്ഹാന ജല്ല ജലാലു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ലാക്കിരീങ്ങളുടെ കൂട്ടത്തിൽ നമ്മയും അഹ്ലുകാരെയും ഉൾപ്പെടുത്തട്ടെ. മലക്കുകൾ റബ്ബിന്റെ അടുക്കൽ വെച്ച് സംസാരിക്കുന്ന ആ ദിക്റിന്റെ അഹ്ലുകാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും അഹ്ലുകാരെയും ഉൾപ്പെടുത്തട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അതൊരു വല്ലാത്ത ഭാഗ്യം തന്നെയാണല്ലോ അല്ലെ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കുറിച്ച് പറയാൻ, ദിക്ർ ചൊല്ലുന്നവൻ, അള്ളാഹുവിന്റെ ഇൽമു പറയുന്നവൻ, അള്ളാഹുവിനെ കുറിച്ച് പറയുന്നവൻ, അവനെ കുറിച്ച് മലക്കുകളും റബ്ബ് സുബ്ഹാനഹു വ തആലയും പരസ്പരം സംസാരിക്കുന്നു. അവരുടെ കാര്യത്തിൽ അല്ലാഹു തആല അഭിമാനിക്കുന്നു. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ അല്ലാഹു തആല പറയും, അവരെങ്ങാനും എന്റെ സ്വർഗവും നരകവും കണ്ടിരുന്നെങ്കിൽ അപ്പോൾ എങ്ങനെയാകുമായിരുന്നു? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഫഖദ് അജർതുഹും മിമ്മസ്തജാറൂ വഅഅതൈതുഹും മാ സഅലൂ. എന്നാ കേൾക്കണം മലക്കുകളെ, ഫഖദ് അജർതുഹും മിമ്മസ്തജാറൂ, എന്തൊന്നിനെ തൊട്ടാണോ അവർ രക്ഷ തേടിയതെങ്കിൽ, എന്തൊന്നിനെ തൊട്ടാണോ അവർ കാവലിനെ തേടിയതെങ്കിൽ അതിനെ തൊട്ട് ഞാൻ അവരെ സംരക്ഷിക്കുന്നതാണ്. വഅഅതൈതുഹും മാ സഅലൂ, എന്താണോ അവർ ചോദിച്ചത് അത് ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. എന്താണോ അവർ ചോദിച്ചത് അത് ഞാൻ കൊടുക്കുന്നു, എന്തിനെ തൊട്ട് അവർ കാവലിനെ തേടിയോ അതിനെ തൊട്ട് ഞാൻ അവരെ സംരക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, ഫയുഖാലു, അപ്പോൾ പറയപ്പെടും, പടച്ചവനെ, ഇന്ന ഫീഹിം റജുലൻ മർറ ബിഹിം ഫഖഅദ മഅഹും. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ശരിക്ക് കേട്ടോ. അപ്പോൾ പറയപ്പെടും, മലക്കുകളുടെ ഭാഗത്ത് നിന്ന് പറയപ്പെടും, ഇന്ന ഫീഹിം റജുലൻ മർറ ബിഹിം ഫഖഅദ മഅഹും, പടച്ചവനെ, ആ കൂട്ടത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ദിക്റിന്റെ മജ്ലിസ് കരുതി പോയതല്ല, ഇൽമിന്റെ മജ്ലിസ് കരുതി പോയതല്ല, നിന്നോട് ദുആ ചെയ്യാൻ വേണ്ടി പോയതല്ല, നിന്റെ മഹത്വം അറിഞ്ഞു പോയതല്ല, നരകത്തെ തൊട്ട് കാവൽ തേടാൻ പോയതല്ല, സ്വർഗത്തെ ചോദിക്കാൻ പോയതല്ല. ഇന്ന ഫീഹിം റജുലൻ, ആ കൂട്ടത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. മർറ ബിഹിം, അവൻ ആ വഴിക്ക് വെറുതെ നടന്നു പോയതാണ്. ഫഖഅദ മഅഹും, അവരുടെ കൂടെ നടന്നു പോയപ്പോ വെറുതെ അവിടെ ഇരുന്നതാണ്.
വെറുതെ പോകുന്ന വഴിക്ക് കുറെ ആൾക്കൂട്ടം കണ്ടു. എന്താപ്പോ ഇവിടെ എന്ന് കരുതി അവിടെ കേറിയിരുന്നതാണ്. അവിടെ ആൾക്കൂട്ടം കണ്ടു, ആ കൂട്ടത്തിൽ അവിടെ വെറുതെ പോയി കേറിയിരുന്നതാണ്. അവൻ ദിക്റെല്ലാം പോയതൊന്നുമല്ല. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ വ്യാഴാഴ്ച ദിവസം രാത്രി ദിക്ർ നടക്കുന്ന സമയത്ത് അല്ലേ, എനിക്ക് ഈ ഹദീസ് ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് ഓടിയതാണ്. ഇവിടെ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് കേറി നോക്കിയതാ. അപ്പോഴാണ് പൂക്കോയത്തങ്ങളുടെ ദുആ, പടച്ചവനെ ഹിദായത്ത് നൽകണേ, ഹിദായത്ത് നൽകണേ അല്ലേ. സുബ്ഹാനല്ലാഹ്, അറിയാതെ ആമീൻ പറഞ്ഞു പോയി. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ പറയും, പടച്ചവനെ ആ കൂട്ടത്തിൽ ഒരു മനുഷ്യനുണ്ട്, അയാള് അവിടെ വിക്രെല്ലാം പോയതൊന്നല്ല, അയാൾ ഇൽമു കേൾക്കാൻ പോയതല്ല, അയാൾ നിന്റെ സ്വർഗം ചോദിക്കാൻ പോയതല്ല, ആ വഴിക്ക് അയാൾ വെറുതെ പോയപ്പോ ഒന്ന് കേറി നോക്കിയതാണ്, കേറിയിരുന്നതാണ്. ഫയഖൂലു, ഖാലിഖായ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല പറയും, വലഹു ഖദ് ഗഫർതു, അവനും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു, അവനും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു, അവനും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇത്തരം ആളുകളിൽ നമ്മെയും അഹ്ലിക്കാരെയും ഉൾപ്പെടുത്തട്ടെ. ഇത്തരം ആളുകളിൽ അള്ളാഹു നമ്മയും അഹ്ലിക്കാരെയും ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവിന്റെ ദിക്ർ ചൊല്ലുകയും അള്ളാഹുവിനെ കുറിച്ച് പറയുകയും ഇൽമും ദീനും ചർച്ച ചെയ്യുകയും അതിനുവേണ്ടി സമയം കാണുകയും ചെലവഴിക്കുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരിൽ, അതുവഴി റബ്ബിന്റെ സന്നിധിയിൽ വെച്ച് മലക്കുകളും അള്ളാഹുവും സംസാരിക്കപ്പെടുന്ന വിഭാഗത്തിൽ നമ്മയും അഹ്ലിക്കാരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ഇനിയും പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ദുആ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട മര്യാദകൾ, അതേപോലെ തന്നെ ദുആ ചെയ്യുന്ന ആളുകൾ ദുആ ഉത്തരം ലഭിക്കാനുള്ള ചില കുറുക്കു വിദ്യകൾ, അത് തമാശ പറയല്ല, ദുആക്ക് ഇജാബത്ത് ലഭിക്കുവാനുള്ള ചില കുറുക്കു വിദ്യകൾ, പെട്ടെന്ന് ഉത്തരം ലഭിക്കാനുള്ള ചെറിയ ചെപ്പടി വിദ്യകൾ എന്നൊക്കെ പറയില്ലേ, ചെപ്പടി വിദ്യകൾ എന്നൊക്കെ പറയും. അതായത് ചില കാര്യങ്ങളൊക്കെ കൂടെ ചേർത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ദുആ തള്ളിക്കളയാൻ സാധിക്കാത്ത ചില ഘട്ടങ്ങളുണ്ട്, ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങളെ കുറിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിനീതനായ ഞാൻ എടുക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് തന്നെ ഇതിന്റെ പ്രാർത്ഥനയുടെ രണ്ടാം ഭാഗം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അവന്റെ ത്വാഅത്തിലായി ജീവിക്കാനും അവന്റെ ത്വാഅത്തിലായി മരിക്കാനും ഇസ്സത്തോടെ ഈമാനോടുകൂടെ വളരെ സന്തോഷത്തോടുകൂടെ പുഞ്ചിരിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലി മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അഹ്ലിക്കാർക്കും തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ഈ ബുശറാക്കുമുൽ യൗം എന്ന് പറയുന്ന വളരെ വ്യത്യസ്തമായ ഈ പരിപാടിക്ക് തുടക്കം കുറിക്കുകയും ഇതിനുവേണ്ടി സമയം ചെലവഴിക്കുകയും ഇതിനുവേണ്ടി കാതോർക്കുകയും ഇതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്ത വിവിധ രീതിയിൽ പരസ്യങ്ങൾ വിട്ടിട്ടായാലും മറ്റു രീതിയിലൊക്കെ ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് വീട്ടിലും ഖൈർ പ്രദാനം ചെയ്യട്ടെ. നമ്മൾ പറഞ്ഞ ഈ വിഷയങ്ങളുടെ പരിശുദ്ധമായ അല്ലാഹുവിന്റെ ഈ നൂറിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ പാപങ്ങളും നമ്മുടെ അധർമ്മങ്ങളും അനർത്ഥങ്ങളും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അഫൂ ചെയ്തു തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ വന്യരായ ഉസ്താദുമാർ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, നമ്മളുമായി ബന്ധപ്പെട്ടവർ, ദുആ വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അതേപോലെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ പല ആളുകളും നമ്മളോട് കൂടെ വളരെ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി നെട്ടറ്റ് വീണ് ഇന്ന് 6 അടി മണ്ണിനടിയിൽ കിടക്കുന്ന പല സുഹൃത്തുക്കളും പല ബന്ധുക്കളും നമുക്കൊക്കെയുണ്ട്, ജ്യേഷ്ഠാനുജന്മാർ, അങ്ങനെ പലരും. അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെ ഖബറുകളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അവരുടെ ഖബറുകളിലേക്ക് അല്ലാഹു സ്വർഗീയ വാതിലുകൾ തുറന്നു കൊടുക്കുകയും വല്ല പ്രയാസവും അദാബും അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബറക്കത്ത് കൊണ്ട് അവരെ സലാമത്താക്കട്ടെ. അതേപോലെ തന്നെ പല സുഹൃത്തുക്കളും ഇപ്പോ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പും
ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തുകൊണ്ടൊക്കെ PM ചെയ്തിരുന്നു. അതേപോലെ മറ്റു നമ്മുടെ ക്ലാസ്സുകളും മറ്റു ഒക്കെ നടക്കുന്ന സമയത്തൊക്കെ ദുആ വസിയത്ത് ചെയ്ത പല ആളുകളുണ്ട്. വളരെ പ്രത്യേകമായി എനിക്ക് എടുത്തു പറഞ്ഞ് ദുആ ചെയ്യാൻ സ്ഥിരമായി വിനീതനായ എന്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു സുഹൃത്ത്, എനിക്ക് വല്ലാതെ ഹൃദയത്തിന് വേദന ഉണ്ടാക്കിയ ഒരു സംഗതിയാണ്. ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ മനുഷ്യന്റെ ദയനീയമായ മുഖം പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ കാണുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു കുടുംബത്തിലെ ഒന്നിലധികം പേര് ക്യാൻസർ രോഗികൾ, മാത്രമല്ല ക്യാൻസർ രോഗം ബാധിച്ചിട്ടില്ലാത്ത ആ കുടുംബത്തിലെ പെൺകുട്ടികളെ, ചെറിയ ചെറിയ മക്കളെ കല്യാണം കഴിച്ചയച്ച ഉടനെ തന്നെ ഭർത്താവ് മരണപ്പെടുക, ആ കുട്ടിയുടെ കുട്ടിയുടെ ഉപ്പ മരണപ്പെടുക. ഇങ്ങനെ ഒരു കുടുംബത്തിന് എത്രമാത്രം രോഗമായും മറ്റു പരീക്ഷണങ്ങളെ കൊണ്ടും താങ്ങാവുന്നതിലപ്പുറം ഈ കുടുംബത്തിന്റെ മുഴുവനും ഭാരം പേറി ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ എന്റെ ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുക്കാറുള്ള ഒരു ചെറുപ്പക്കാരനുണ്ട്. ആരോടും ഒരു വിഷമം അദ്ദേഹം പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തെ ആ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ. എന്റെ മനസ്സിന് വല്ലാതെ മുറിവുണ്ടാക്കിയ ഒരു സംഗതിയാണത്. അത്തരം പരീക്ഷണങ്ങൾ നമുക്കൊരാൾക്കും അല്ലാഹു നൽകാതിരിക്കട്ടെ. ആ കുടുംബത്തിൽ നിന്ന് ആ മുസീബത്തിനെ റബ്ബ് സുബ്ഹാനഹു വ തആല എടുത്തു കളയട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, തന്റെ സഹോദരന്റെ വൈബത്തിൽ ആ സഹോദരന് വേണ്ടി ദുആ ചെയ്താൽ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടിക്കളയില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ആ സുഹൃത്ത് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, എന്റെ ദുആ ആ സുഹൃത്ത് കേൾക്കുന്നില്ല, ഉറപ്പാ. അതുകൊണ്ട് തന്നെ വൈബത്തിൽ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സുഹൃത്തിന്റെ കുടുംബത്തിലുള്ള ഈ പരീക്ഷണത്തെ എത്രയും പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തുകളഞ്ഞ് ആ കുടുംബത്തിന് ഇസ്സത്തും സുരക്ഷിതത്വവും സലാമത്തും പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ മറ്റു പല സുഹൃത്തുക്കളും പല ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. നമ്മളും ഒക്കെ തന്നെ വലിയ വിഷമത്തിലും പ്രയാസത്തിലൊക്കെയാണ്. കടവും ബാധ്യതകളും മക്കളുടെ കല്യാണവും കുടുംബത്തിലുള്ള പ്രശ്നങ്ങളും സ്വരച്ചേർച്ചയില്ലായ്മയും ഇങ്ങനെ പല പ്രശ്നങ്ങളും എല്ലാം അറിയുന്ന അല്ലാമുൽ ഗുയൂബായ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കി പ്രയാസങ്ങളും വിഷമങ്ങളും അകറ്റി രണ്ട് ലോകത്തും ഇസ്സത്തും സലാമത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം വസിയത്ത് ചെയ്തുകൊണ്ട് വആഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. الحمد لله. വളരെ നല്ല പഠനാർഹമായ ഒരു ക്ലാസ് നാം കേട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ, ഫലപ്രദമാക്കി തരുമാറാവട്ടെ. ഞാൻ പെട്ടെന്ന് മൈക്കെടുത്തത് ഈ ദുആയെ സംബന്ധിച്ചാണല്ലോ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ ദുആനെ സംബന്ധിച്ചുള്ള നമ്മുടെ പല ധാരണകൾ തിരുത്താനും ദുആ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ഇജാബത്ത് ലഭിക്കാനുള്ള മര്യാദകൾ, അതുപോലെ മുഅ്മിനായ മനുഷ്യന്റെ ഒരു സിലാഹ്, ഒരു ആയുധമാണ് ദുആ. സിലാഹുൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ ആയുധമാണ് ഏത് ദുആ എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മുടെ ഒരു പിടിവള്ളിയായി തന്നെ നമ്മൾ കണക്കാക്കണം. പ്രധാനമായി ഞാൻ മൈക്കെടുത്തതിന്റെ ഉദ്ദേശം, ഇന്ന് നമ്മുടെ നാട്ടിലെ സ്ഥിതിഗതികൾ നമുക്കെല്ലാവർക്കും അറിയാം. കാര്യങ്ങൾ എങ്ങോട്ടാണ് നീങ്ങുന്നത്, എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് ആർക്കും പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. വളരെ കാലമായി മുസ്ലിമീങ്ങളുടെ ശത്രുക്കൾ കരുനീക്കിക്കൊണ്ടിരിക്കുന്നതും അവർ സ്വപ്നം കൊണ്ടുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ വളരെ പച്ചയായി യാതൊരു മടിയും കൂടാതെ പരസ്യമായി വിളിച്ചു പറഞ്ഞ് ആ കാര്യങ്ങളൊക്കെ അവർ കരുനീക്കുന്നത് പോലെ കാര്യങ്ങൾ കൊണ്ടുവരും എന്നിടത്തേക്ക് പരസ്യമായി പറയുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമുക്ക് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ ഒരു സാഹചര്യം നമുക്കുണ്ട്. പക്ഷെ അല്ലാഹു എന്താണ് ഖലാ ചെയ്തിരിക്കുന്നത് നമുക്കറിയില്ലല്ലോ. വടക്കൻ സംസ്ഥാനങ്ങളിലെ മുസ്ലിമീങ്ങൾ, പ്രത്യേകിച്ച് ഗുജറാത്ത് പോലെയുള്ള സ്ഥലങ്ങളിലെ മുസ്ലിമീങ്ങളുടെ സ്ഥിതി വളരെ ഗൗരവമാണ്. അതായത് അവർ അനുഭവിച്ച വേദനയുടെ കടുപ്പം അവർ മറന്നിട്ടില്ല. അപ്പോഴാണ് വീണ്ടും ഈ ഒരു അവസ്ഥ തിരിച്ചു വരുന്നത്. എവിടേക്കാണ് കാര്യങ്ങൾ സംഭവിക്കുക? ലോകത്ത് പല അതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
പല നിലക്കുള്ള അക്രമങ്ങൾ മുസ്ലിമീങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ മുസ്ലിം ഉമ്മത്തിന് നേരെയാവുമ്പോൾ അതൊന്നും ഒരു വിഷയമല്ലാതെ ആവുകയാണ്. ഇപ്പൊ ബർമയിൽ അടുത്ത ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വലിയ കലാപം നടത്തി. ബുദ്ധന്മാരെന്ന് പറയുന്നവർ അഹിംസയുടെ ആളുകളാണത്രേ. എന്നിട്ട് മുസ്ലിമീങ്ങളുടെ വെട്ടിനുറുക്കി ശരീരാവയവങ്ങൾ തൊലി ചീന്തി വേവിച്ച് തിന്നുന്ന കാട്ടാളന്മാര്, ക്രൂരന്മാര് ഇത് ലോകം കാണുകയാണ്. പക്ഷെ അതൊന്നും മുസ്ലിമീങ്ങൾക്ക് നേരെയായപ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇസ്ലാമിനെ നിരോധിക്കുന്നു. മുസ്ലിംകളായി നമ്മുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും കൊണ്ടു നടക്കാനും അതനുസരിച്ച് ജീവിക്കാനും മുസ്ലിമീങ്ങൾക്ക് സാധ്യമല്ലാത്തൊരു സ്ഥിതി പലയിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലും എന്തുകൊണ്ട് അങ്ങനെ ഒന്ന് പരിശോധിച്ചുകൂടാ എന്നവർ ചിന്തിക്കാം, സ്വാഭാവികമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആയുധം എന്ന് പറയുന്നത് ദുആയാണ്. അതുകൊണ്ട് ദുആ നമ്മളെല്ലാവരും കാര്യഗൗരവമായി തന്നെ മുറുകെ പിടിക്കണം. ഇനി അടുത്ത ദിവസങ്ങളിലായി വടക്കൻ ചില സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണെന്ന് നമുക്കറിയാം. ഈ ഒരു വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്തിനെ കാക്കണം. അതിന് നമ്മൾ വളരെ ആത്മാർത്ഥമായി എല്ലാവരും ഈ ക്ലാസ് റൂമിലും റേഡിയോ വഴിയുമായി ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അവരുടെ കുടുംബങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികളുടെ ദുആ അല്ലാഹു തആല പ്രത്യേകം കബൂൽ ചെയ്യും, അവർക്ക് ദോഷമില്ല. അതുകൊണ്ട് അതുപോലെയുള്ള ആളുകളെ കൊണ്ടൊക്കെ ദുആ ചെയ്യിപ്പിച്ചുകൊണ്ടും സ്വന്തം ദുആ ചെയ്തും ആ ഒരു ഷർറ് മുസ്ലിം ഉമ്മത്തിന് ബാധിക്കാതിരിക്കാൻ, ആ ഷർറിനെ തൊട്ട് മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു തആല കാത്തുരക്ഷിക്കാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. വളരെ ഗൗരവമായി കണക്കിലെടുക്കണം. മറ്റ് അനാവശ്യ സംസാരങ്ങളും ചിന്തകളും പ്രവൃത്തികളൊക്കെ മാറ്റിവെച്ച് വളരെ ആശങ്കയോടെ കാര്യങ്ങളെ നിരീക്ഷിക്കേണ്ടുന്ന സാഹചര്യമാണ്. അള്ളാഹുവിലേക്ക് പ്രത്യേകമായി മനസ്സുകൊണ്ട് മടങ്ങുക. സാധിക്കുമെങ്കിൽ പരമാവധി എല്ലാവരും 2-3 ദിവസം നോമ്പെടുക്കുക. നാളെയും മറ്റന്നാളും അതിന്റെ മറ്റന്നാളുമായിട്ട് നോമ്പെടുക്കുക. എന്നിട്ട് അത്താഴം കഴിക്കുന്ന സമയത്തും രാത്രി അത്താഴം കഴിക്കുന്ന സമയത്തും അതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്തും പ്രത്യേകമായി ദുആ ചെയ്തുകൊണ്ടിരിക്കുക. ഈ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ മേലിൽ മുസ്ലിം ഉമ്മത്തിന്റെ രക്തം കൊണ്ട് അമ്മാനമാടിയവർക്ക് അധികാരം നൽകല്ല തമ്പുരാനെ എന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ യാ ലത്തീഫ് യാ അല്ലാഹ്, യാ ലത്തീഫ് യാ അല്ലാഹ്, ഇത് പരമാവധി വർദ്ധിപ്പിക്കുക. അള്ളാഹുവിന്റെ ഖലാഅ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, മുബറമായ ഖലാഅ് വന്നിട്ടുണ്ടെങ്കിൽ അത് തട്ടാനാർക്കും സാധ്യമല്ല. പക്ഷെ ഖലാഅ് അല്ലാഹു തആല നിൽക്കുള്ള ഖലാഅ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങനെ നടക്കും. പക്ഷെ അതിൽ തന്നെ ഒരു ലുത്ഫ്, ഒരു മയം ലഭിക്കാൻ, താങ്ങാവുന്നതിൽ നിർത്തിയും കൊണ്ട് ഒരു ലുത്ഫ് ലഭിക്കാൻ വേണ്ടി ഉള്ള ഒരു ദുആയാണ്, ഇസ്മാണ് യാ ലത്തീഫ്. അതുകൊണ്ട് യാ ലത്തീഫ് യാ അല്ലാഹ് എന്ന് പറയുന്ന ദിക്ർ പരമാവധി വർദ്ധിപ്പിക്കുകയും ചെയ്യുക. വരുന്ന 3 ദിവസങ്ങളിൽ സാധിക്കുമെങ്കിൽ നോമ്പെടുത്തുകൊണ്ട് അത്താഴ സമയത്തും നോമ്പ് തുറക്കുന്ന സമയത്തും പ്രത്യേകം ദുആ ചെയ്യുക. മറ്റ് സമയങ്ങളിലും വളരെ ഗൗരവത്തോടെ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഉമ്മത്തിന്റെ രക്തം കൊണ്ട് അമ്മാനമാടി പേരെടുത്തു വന്ന ആളുകൾ, ക്രൂരന്മാരായ അക്രമികൾ, ആ അക്രമികൾ ഒരിക്കലും നമ്മുടെ ഉമ്മത്തിന് മേൽ അധികാരമുള്ളവരാവരുത്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? വളരെ ഗൗരവത്തോടു കൂടി ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാഹു തആല നമ്മുടെ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആ കാര്യം ഒന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് മൈക്കെടുത്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉമ്മത്തിന്റെ ഇസ്സത്ത് കാത്തു സൂക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ ബഹുമാനവും ഇസ്സത്തും അവിടുത്തെ ഉമ്മത്തിൽ അല്ലാഹു തആല കാത്തു സൂക്ഷിക്കുമാറാവട്ടെ. ആ ഷർറന്മാരായി ആരൊക്കെയുണ്ടോ അവരുടെ സർവ്വ ഷർറുകളെ തൊട്ടും അല്ലാഹു തആല ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവ ഷർറന്മാരും ആ ഷർറന്മാർക്ക് വേണ്ടി ചാരപ്പണിയെടുക്കുന്നവരും അവരെ സഹായിക്കുന്നവരും അവർക്ക് വേണ്ടി സംസാരിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും അവരെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് ഒരു പാഠമാക്കി അവരെ അല്ലാഹു തആല മാറ്റുമാറാവട്ടെ. അവരെ എല്ലാം അല്ലാഹു തആല ഒതുക്കി പരാജയപ്പെടുത്തി നശിപ്പിച്ചു കളയുമാറാവട്ടെ. ആ കാര്യത്തിന് വേണ്ടി പ്രത്യേകം എല്ലാവരും ദുആ ചെയ്യാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബുശ്റാകുമുൽ യൗം ബുശ്റാകുമുൽ യൗം ബുശ്റാകുമുൽ യൗം ബുശ്റാകുമുൽ യൗം ഈമാനും ഇസ്ലാമും ഇഹ്സാനും അറിയാൻ ഒത്തുചേരാം നമുക്കീ വഴിത്താരയിൽ. ബുശ്റാകുമുൽ യൗം ബുശ്റാകുമുൽ യൗം ബുശ്റാകുമുൽ യൗം ബുശ്റാകുമുൽ യൗം.
തൂബലനാ ഹത്തിൻ യതീനേ തൂവെളിച്ചം കാട്ടിയ ദീനിൻ യതീനേ തൂബലനാ ഹത്തിൻ യതീനേ തൂവെളിച്ചം കാട്ടിയ ദീനിൻ യതീനേ അതവിൽ നമുക്കലിപ്പെഴുതാം അഹ്ലം വസഹ്ല ബുശ്റാക്കുമുൽ യൗം ജന്നത്തിന്റെ പൂർണ്ണ ജമാല തൂബലനാ ഹത്തിൻ യതീനേ തൂവെളിച്ചം കാട്ടിയ ദീനിൻ യതീനേ തൂബലനാ ഹത്തിൻ യതീനേ തൂവെളിച്ചം കാട്ടിയ ദീനിൻ യതീനേ ഉള്ളിലിമാനിൻ വിളക്ക് കത്തി നിൽക്കണം ഉള്ളറിഞ്ഞ ദീൻ ഇസ്ലാമിൽ ലയിക്കണം ഉള്ളിലിമാനിൻ വിളക്ക് കത്തി നിൽക്കണം ഉള്ളറിഞ്ഞ ദീൻ ഇസ്ലാമിൽ ലയിക്കണം ഇറയോനെ നേരിൽ കാണും പോലെ പിന്നെ മുനാജാ ഇറയോനെ നേരിൽ കാണും പോലെ പിന്നെ മുനാജാ ഇഹ്സാനിൽ സർവം വിലയം പ്രാപിച്ചേറ്റി ദരജ തൂബലനാ ഹത്തിൻ യതീനേ തൂവെളിച്ചം കാട്ടിയ ദീനിൻ യതീനേ തൂബലനാ ഹത്തിൻ യതീനേ തൂവെളിച്ചം കാട്ടിയ ദീനിൻ യതീനേ